ലക്ഷ്മി പറയുന്നത് സത്യമാണോ എന്ന് എനിക്കറിയില്ല. സാമാന്യ ബോധമുള്ള സ്ത്രീകൾക്ക് അത് മനസ്സിലാവും. എന്തിനാണ് ചേസ് ചെയ്തതെന്ന് ഉത്തരം പറഞ്ഞിട്ടില്ല. 120 കിലോമീറ്റർ സ്പീഡിൽ തൃശ്ശൂരിൽ നിന്ന് ചാലക്കുടി വരെ വന്നത് എന്തിനെ? അത് ലക്ഷ്മി ഉത്തരം പറയണം. അത് സാധാരണ ഒരു സ്ത്രീക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. അത്ര സ്പീഡിൽ പോകുമ്പോൾ സാധാരണഗതി നമ്മുടെ ഭാര്യയും അല്ലെ കൊച്ചുങ്ങളും ഡാഡി വണ്ടി ഓടി സ്പീഡ് കുറയ്ക്ക് എന്ന് പറഞ്ഞ് എന്നെ വരട്ടു. 110-120 കിലോമീറ്റർ സ്പീഡിൽ വാഹനം പോയ സമയത്ത് മുൻവശത്തിരുന്ന ആ ലക്ഷ്മി എന്തുകൊണ്ട് വാഹനത്തിന്റെ സ്പീഡ് കുറയ്ക്കാൻ പറഞ്ഞില്ല? എന്തിനാണ് അങ്ങനെ സ്പീഡ് ഓടിക്കുന്നത്? അതിന് സാമാന്യബോധമുള്ള സ്ത്രീക്ക് അതിൻ്റെ ഉത്തരം അറിയാം. പക്ഷെ ലക്ഷ്മി ഒന്നും മിണ്ടുന്നില്ല. അവരെ അങ്ങ് വിട്ടേക്കൂന്നാണ് ഞാൻ പറയണം. അവരുടെ മൊഴിയിൽ ഉറച്ചു നിന്നോട്ടെ. പക്ഷെ ഇനിയിപ്പം ഈ കള്ളക്കടത്തിന് കൂട്ടുനിന്ന അർജുൻ എന്ന അപ്പു അയാളും ഇയാളുടെ PR ആയ 2 പേരും ഇതിനകത്ത് പ്രതിയായി വരും. അതിന് യാതൊരു സംശയമില്ല. അതിലേക്ക് CBI വരണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം അപ്പു എന്ന് പറയുന്ന അർജുൻ്റെ ഹിസ്റ്ററിക്ക് അയാളുടെ ATM 2 കവർച്ചയിലും ഒരു മോഷണ കേസിലായാലും നേരത്തെ പ്രതിയായി. 10-21 വയസ്സേ ഉള്ളൂ. എങ്കിലും ആ പ്രായത്തിനുള്ള അയാൾ 3 കേസിലെ പ്രതിയാണ്. അയാൾ ഒരു ഷേഡി ക്യാരക്ടറാണ്. ഷേഡി ക്യാരക്ടർ എന്തിനാണ് ബാലാഭാസ്കർ കൊണ്ടു നടന്നത് എന്ന് എനിക്കറിയില്ല. ലക്ഷ്മിയുടെ വീട്ടുകാരാണ് അത് പ്രപ്പോസ് ചെയ്യുക. അവരുടെ ആയിട്ടും അടുപ്പ ബന്ധം ഉള്ള ആളാണ് അപ്പു എന്ന അർജുൻ. അതെല്ലാം കൂട്ടി വായിക്കുമ്പം ഇതൊരു ചേസ് ആണ് എന്ന് അന്ന് ഞാൻ പറഞ്ഞത് കൃത്യമായി അതിപ്പോൾ ഉറപ്പായി. അതുകൊണ്ട് ബാലാഭാസ്കറിൻ്റെ കേസ് അന്വേഷിക്കുന്ന CBI ദയവ് ചെയ്ത് ഈ പുതിയ എവിഡൻസ് വന്നുകൊണ്ട് ഇതുമായിട്ട് കണക്ട് ചെയ്ത് അത് റീഓപ്പൺ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഞാൻ പറയുന്നത്. കലാഭവൻ ശോഭിയുടെ സ്റ്റേറ്റ്മെന്റ് അന്ന് CBIക്ക് പോലും മനസ്സിലായിട്ടില്ലെങ്കിൽ ഇപ്പം മനസ്സിലാക്കിക്കോളൂ അതിനർത്ഥമുണ്ട് എന്ന്. അതിൽ തന്നെ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു. ആ സംഭവ സ്ഥലത്ത് ഒരു KSRTC ഡ്രൈവർ വന്ന് നിന്നിരുന്നു. അയാൾ പിന്നീട് അയാളെ ഈ ബാലാഭാസ്കറിൻ്റെ ആങ്കർമാരായിരുന്ന 2 പേരുടെ ഉത്തരവാദിത്തത്തിൽ അയാളെ ഗൾഫിലേക്ക് ജോലിക്ക് അയച്ചു എന്നും അന്ന് അയാളത് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അയാൾ പറഞ്ഞ മൊഴി അയാൾ മാറ്റി. എങ്ങനെയാണ് സംഭവ സ്ഥലത്തു നിന്നുണ്ടായിരുന്ന ആ വാഹനത്തിൽ യാത്ര ചെയ്യാതിരുന്ന ഈ അദ്ദേഹത്തിൻ്റെ PR പ്രകാശൻ തമ്പിയും മറ്റും ആ സ്പോട്ടിൽ വന്ന് എങ്ങനെ? അതിനി ചിന്തിക്കണം. അപ്പോൾ അവരവിടെ വെയിറ്റ് ചെയ്യായിരുന്നു എന്നുള്ളതാണ്. അതിനിപ്പുറം വെച്ച് കൈമാറണം, അതായിരിക്കണം. ഏതായാലും ഈ ഒരു കേസിൻ്റെ മുന്നോട്ടുള്ള അന്വേഷണം ഇനി പുതിയതായി ആരംഭിക്കണം. ഈ പുതിയ വിവരത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ 3-4 വാഹനം അത് കണ്ടെത്തണം. ഈ വാഹനം പാലക്കാട് ലോക്കൽ പോലീസിലെ 2 സൗത്തും നോർത്തിലുള്ള ആ പോലീസ് സ്റ്റേഷൻ്റെ അവിടെ പിന്നീട് ഏതോ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഈ 3 വാഹനം അവിടെ പിടിച്ചിട്ടിരുന്നു. അത് കണ്ട് തിരിച്ചറിയാൻ കലാഭവൻ ശോഭിക്ക് അറിയാം. അതിൻ്റെ നിറവും അതൊക്കെ വെച്ച് കണ്ട് അദ്ദേഹം തിരിച്ചറിയും. ആ വാഹനം ചാലക്കുടിയിലെ സ്വർണം പൊട്ടിക്കുന്ന ഗാംഗിൽ നിന്ന് പിടിച്ചെടുത്തതാണ്. പാലക്കാടിലെ ടൗണിലെ 2 സർക്കിൾ ഇൻസ്പെക്ടർമാർ സ്വർണം പൊട്ടിക്കുന്ന ഗാങ്ങിനെ അവിടെ വന്ന് റെയ്ഡ് ചെയ്തു. 19-20 ആൾക്കാർ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് കുറേയധികം വാഹനങ്ങൾ അവിടെ ഇട്ട് അവർ ചേസ് ചെയ്ത് റോഡിലെ NH കൂടെ വരുന്ന സ്വർണങ്ങൾ പൊട്ടിക്കുന്ന പ്രൊഫഷണൽ സംഘമാണ്. അവിടുന്ന് പിടിച്ചെടുത്തതാണ് ആ 3 വാഹനം. അത് ബാലാഭാസ്കറിൻ്റെ ഈ മർഡറുമായിട്ട് ബന്ധപ്പെട്ട വാഹനം തന്നെയാണ്. അത് കലാഭവൻ ശോഭി കണ്ട തിരിച്ചറിയും ഇന്നും. അപ്പോൾ ഇതിനകത്തുള്ള കളികൾ ഇപ്പം ഈ പുതിയ വിവരത്തിൻ്റെ അല്ലെങ്കിൽ അപ്പുവിൻ്റെ അറസ്റ്റോടുകൂടി ആ പുതിയ അന്ന് മുതൽ അയാൾക്ക് സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധമുണ്ടെന്ന് ഉറപ്പായി. അത് എവിഡൻഷ്യൽ വാല്യൂ ഉണ്ട്, അത് വന്നു കഴിഞ്ഞു. അത് ഇതുമായിട്ട് ബന്ധമില്ല എന്നൊക്കെ ചില ഡിവൈഎസ്മാർ പറഞ്ഞു എന്നൊക്കെ കേട്ടു. വിവരക്കേടാണ് പറയുന്നത്. അതെങ്ങനെയാണ് അയാൾ നിശ്ചയിക്കുന്നത് ഈ കേസ് അന്വേഷിക്കാത്ത ഒരാൾക്ക് അത് ഇതുമായിട്ട് ബന്ധമുണ്ടെന്ന്? അങ്ങനെയൊക്കെയുള്ള പ്രസ്താവനകൾ പിൻവലിക്കണം. അങ്ങനെ പറയാനും പാടില്ല. അവരവരുടെ കേസ് അവരവർ അന്വേഷിച്ചാൽ മതി. മറ്റു കേസിനെ പറ്റി വിവരം ഉണ്ടെങ്കിൽ ആ കേസ് പിടിക്കാനായിട്ടുള്ള ധൈര്യം ഉണ്ടാവണം, കറേജ് ഉണ്ടാവണം, അതിനുള്ള നിയമപരമായ വിവരം ഉണ്ടാകണം. അതൊന്നും ഇല്ലാതെ അതിപ്പോഴേ കയറി ബ്ലോക്ക് ചെയ്യുന്ന DYSP ആരായാലും ശരി, അയാളുടെ ഇൻട്രസ്റ്റ് എന്താണെന്നൂടെ തീർച്ചയായിട്ടും ഡിപ്പാർട്ട്മെന്റ് നോക്കണമെന്ന് ഞാൻ പറയാം. ഉറങ്ങിപ്പോയിട്ടാണ് അപകടം ഉണ്ടായെന്നുള്ള വാദഗതി പൊളിഞ്ഞു. ഇത്രയും ചേസ് ചെയ്ത് വരുന്ന ഒരു വാഹനം എങ്ങനെയാണ് ഡ്രൈവർ ഇരുന്ന് ഉറങ്ങുന്നത്? ഡ്രൈവറിന് ഉറക്കം വരില്ലല്ലോ, കൂടെ ആ വാഹനത്തിൽ സഞ്ചരിക്കുന്നവർക്ക് ഉറക്കം വരില്ലല്ലോ. അതല്ലേ സിറ്റുവേഷൻ. ഏതായാലും ബാലാഭാസ്കറിന് ആ വാഹനത്തിനകത്ത് നിന്ന് സ്വർണം കൊണ്ടുപോയത് പള്ളിപ്പുറത്ത് വെച്ചാണോ അതിനു മുമ്പിലുണ്ടായ കശപിശയിൽ വെച്ചാണോ എന്ന് തീരുമാനിക്കണം. അങ്ങനെ പോയ സമയത്ത് ആ അപകടം ഉണ്ടായ സമയത്ത് അന്യായിരിക്കണം അത് എടുത്തിരുന്നത്. അപകടം ഉണ്ടായ സമയത്ത് ആ കാറിനകത്തുനിന്ന്
ഓരോരുത്തരെ രക്ഷപ്പെടുത്തി ബാലാഭാസ്കർ റോഡിൽ കിടക്കുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ട്, പരിക്കേറ്റ് കിടക്കുന്നു. ആ തലയ്ക്കാണ് പരിക്കെങ്കിൽ ബാലാഭാസ്കറിൻ്റെ, എനിക്കറിയില്ല, അത് ഇനിയും നോക്കേണ്ടിയിരിക്കുന്നു. തലയ്ക്കാണെങ്കിൽ തലക്കിട്ട് അടിച്ചോ, വാഹനം അപകടത്തിൽപ്പെട്ട ഉടനെ ബാലാഭാസ്കറിന്റെ തലക്കിട്ട് അടിച്ചാണോ സ്വർണം കൊണ്ടുപോയത്? കാരണം അദ്ദേഹത്തിന് അത് അപകടത്തിലുണ്ടായതാണോ ആരെങ്കിലും തലക്കിട്ട് അടിച്ചാണോ എന്നും പറയാനായിട്ട് അദ്ദേഹത്തിന് അന്ന് കഴിഞ്ഞില്ല. എങ്ങനെയാ മുറിവ് ഉണ്ടായെന്ന് അദ്ദേഹത്തിന് അറിയില്ല. അത് ഇന്നും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. മുറിവിന്റെ നേച്ചർ അതൊരു അപകടത്തിലുണ്ടാകുന്ന നേച്ചർ അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ആ കാര്യം ഇനിയും CBI അന്വേഷിക്കണം. ഇത് റീഓപ്പൺ ചെയ്തിട്ട് ബാലാഭാസ്കറിന്റെ അന്വേഷണം ഒരു റോബറി ഡക്കോയിറ്റിക്കകത്തുണ്ടായ ഒരു സംഭവമാണ്. ഇതൊരു ഗോൾഡ് ചേസാണ്, സ്വർണം പൊട്ടിക്കലുമായിട്ട് ബന്ധമുള്ള കേസാണ്. അതിനെപ്പറ്റി കുറച്ചധികം വിവരങ്ങൾ ഇപ്പം കലാഭവൻ ശോഭിക്ക് അറിയാം. അദ്ദേഹം പല ചാനലിൽ അത് പറയുന്നുണ്ട്. എവിടുന്നാണ് സ്വർണം കയറ്റിയെന്ന് വരെ അദ്ദേഹം പറയുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് CBI ഈ കേസിൻ്റെ അന്വേഷണം റീഓപ്പൺ ചെയ്തിട്ട് പുതിയ എവിഡൻസ് കൂടെ ചേർത്ത് ഇതൊരു ഡക്കോയിറ്റി ആണെന്ന് അവർ കൺക്ലൂസീവ് പ്രൂഫ് ഉണ്ടാക്കി കുറ്റച്ചാർജ് കൊടുക്കണം എന്നാണ് ഞാൻ കരുതുന്നത്.